അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു കളിക്ക് സ്വാഗതം. അപ്പം നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റാണ് മൈൻക്രാഫ്റ്റ്. ബട്ട് ഇവിടെ നമുക്ക് ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നേരെ വെക്കാം എന്നിട്ട് ബാക്കി കളി. എങ്ങനെ ജോയ്സ്റ്റിക്കാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്, ഇങ്ങനെ എനക്കരുത്. ഇന്നത്തെ ചലഞ്ച് ഭയങ്കര സീനായിരിക്കും. നേരെ നമുക്ക് മരം വെട്ടാൻ പോകണം. മരം ഇപ്പോൾ ഇവിടെ ഉണ്ടാവുക. ഞാനൊരു വില്ലേജിൻ്റെ സീഡാണ് ഇട്ടേ. എനിക്കറിയാം അവിടെ ആണ് വില്ലേജ് ഉണ്ടാവുകയെന്ന്. അതിന് മുമ്പ് ഈ സീഡൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ് അപ്പോൾ നമുക്ക് ജോയ്സ്റ്റിക്ക് മാറ്റാൻ പറ്റില്ല. ഭയങ്കര കഷ്ടമായി പോയി. ഇത്രയ്ക്കും വലിയ ചലഞ്ച് എടുക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങളുടെ റീച്ചൊക്കെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ 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 അതാ ഷീപ്പ്. ഷീപ്പൊന്നും വേണ്ട, ഇനി നമുക്ക് വില്ലേജ് കിട്ടി. അപ്പോൾ നമുക്ക് നേരെ വില്ലേജിലോട്ട് കയറാം. ഇതാ നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് കുറച്ച് വുഡ് എടുക്കാം. ഈ വില്ലേജറിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാം. നമ്മളുടെ ഒന്നും വീടില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്കെന്തോ ജലദോഷമായി തോന്നുന്നു. ഇത്രയും ദൂരത്ത് വന്നിട്ട് ചെയ്യണം, എന്നാലേ ഇതൊക്കെ ആവുള്ളൂ. ആനമേളത്ത് എങ്ങനെ പൊട്ടിക്കും? ചാടുന്നതിന് കുഴപ്പമില്ലല്ലോ. ലൈസ് ഇവിടുത്തെ പറ്റൂല, ഇവിടുന്ന് ഒന്ന് മുറിക്കേണ്ടി വരും. ഈ ക്രൗച്ച് ചെയ്താൽ പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റും. ചെറുതായിട്ടൊന്ന് അടങ്ങിപ്പോയി ജോയ്സ്റ്റിക്ക്. അത്രയും തന്നെ ഇങ്ങോട്ട് തന്നെ കാശ്. അപ്പോൾ അത് അത്രയും കാര്യം. അപ്പോൾ ഇനി നമുക്കിതൊക്കെ എടുത്തൊന്ന് വുഡ് ഉണ്ടാക്കാം. ഇനി വാഗേഷ് നമുക്ക് മറ്റേ ആരുടെ ബ്ലാക്ക് സ്മിത്തോ അങ്ങനെ എന്താ അതാ ആ വീട്ടിലോട്ടാണ് പോകണ്ടേ. അതും ജോയ്സ്റ്റിക്ക് തിരിക്കാണ്ട്. അയ്യോ ജോയ്സ്റ്റിക്ക് ഇല്ലേ, മറ്റേ സാധനം എന്തായിരുന്നു അതിൻ്റെ പേര്? വാതിലോടെ അപ്പോൾ അയ്യോ എനിക്ക് വാതിൽ തുറക്കാൻ പറ്റൂല. സാരല്ലേ, അതിനൊക്കെ ഉള്ള വഴി എൻ്റെ കയ്യിലുണ്ട്. ഇത് പൊട്ടി ഗൈസ്. നമ്മളിങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, മുകളിലോട്ട് കയറുന്നു. ഗൈസ് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ക്രൗച്ച് ചെയ്യുന്നു. ഗൈസ് ഒരു മിനിറ്റ്, അയ്യോ മാറിപ്പോയി. അയ്യോ വെച്ചത് മാറിപ്പോയി. നമുക്ക് ഗൈസ് ഞാൻ കൈ പിടിച്ചേക്കാം. ഓ ഗൈസ് ഡയമണ്ടാണ് കിട്ടിയത് നമുക്ക്. ഡയമണ്ട് പിന്നെ കുറച്ച് ആർമർ, അതും നല്ല കാര്യമാണ്. പിന്നെ നല്ല ലൂട്ട് കിട്ടിയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റിന് മനസ്സിലായി തോന്നി ഞാൻ ഇങ്ങനത്തെ ചലഞ്ച് എടുക്കാമെന്ന്. അവർക്ക് മനസ്സിലായിണ്ടാവും ഞാൻ അങ്ങനെ അനങ്ങാത്തതൊക്കെ കണ്ടിട്ടെന്ന്. ഇതാരാ അങ്ങോട്ടിട്ടെ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങണം. പുറത്തോട്ട് ഇറങ്ങി വാതിൽ വഴി പോകും. അപ്പം നമുക്ക് ഇനി എന്നിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോകാം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അങ്ങോട്ട് പോവാം. ഒരു ജോയ്സ്റ്റിക്ക് തിരിക്കാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ ഗൈസ്? ഇപ്പോൾ വെള്ളത്തിൽ വീണാൻ. അയ്യോ ഗൈസ് കുറച്ച് പാടാണ്. അയ്യോ കുറച്ചൊക്കെ ഒന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അയ്യോ ചെയ്ത് കുഴപ്പമില്ല. കുറച്ച് മാറ്റിയിട്ടുള്ളൂ. ജോയ്സ്റ്റിക്ക് തിരിക്കാണ്ടായിന്ന്. അയ്യോ ഞാൻ ചെയ്യൂ. കുറച്ച് ആപ്പിൾ ഇനി നമ്മൾ മുകളിലോട്ട് കയറാം.
അയ്യോ മാറിപ്പോയി. അങ്ങോട്ട് നോക്കാം. നേരെ വെച്ചത് മാറിപ്പോയി. ജോയ് സ്റ്റിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ മറന്നുപോയി. ഇനി അങ്ങനെ മുകളിലോട്ട് കയറും. ഗൈസ് ഇതൊന്ന് വെച്ച് കയറാം. അയ്യോ ഗൈസ് ഞാൻ മറന്നു പോന്ന്. നമുക്ക് ഗൈസ് അങ്ങോട്ട് പോകാൻ പറ്റൂല. ചെറുതായിട്ട് എനക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഗൈസ്. അയ്യോ കുറച്ചും കൂടി അങ്ങോട്ട്. ഗൈസ് ഇത്ര വെച്ചിട്ട് ഇനി നമ്മൾ കളിക്കുള്ളൂ ഗൈസ്. നമ്മൾ ഉപയോഗിക്കാൻ പോകില്ല. ഞാൻ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സെൻസിറ്റിവിറ്റി ഭയങ്കര കുറച്ചിടാം ഗൈസ്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഫുള്ള് കുറച്ചിടാൻ പോവാ. 98 ഇരുന്ന് ഇപ്പോൾ 0 ആക്കി. അനങ്ങുന്നില്ല. ഇത്ര മെല്ലാന്നറിയാതാവുന്നേ. കുറച്ചൊക്കെ വെക്കട്ടെ, നേരെ വെക്കട്ടെ. ഫോണ് മൊത്തം എടുത്തങ്ങനെ. ഡയമണ്ടിൻ്റെ ബ്ലോക്കൊന്നും ഞാൻ ഉണ്ടാക്കൂല. അയ്യോ ഇതാണ്. വേറൊന്നും ഞാൻ ചെയ്യില്ല. ഇത് ഭയങ്കര ഹാർഡായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ അത്രയൊന്നും ചെയ്യില്ല. ഞാൻ പ്രോ പ്ലെയറാണ്, നിങ്ങൾക്കറിയാലോ. ഈ ഗുഹയെ പെട്ടതുകൊണ്ടാണ് ഗൈസല്ലോ. ഗൈസ് ഇതെങ്ങനെ ഞാൻ മുകളിലോട്ട് കയറാനാ? വെറുതെ അല്ല ഗൈസ്. എന്നാൽ ഒരു ചലഞ്ച് എടുത്താലോ? ചലഞ്ച് മാറ്റിയിരിക്കുന്നു. നമുക്ക് ഇനി എന്താണ് സെൻസിറ്റിവിറ്റി കുറച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പ്രാന്ത് പിടിക്കുന്ന. അയ്യോ ഫോണ് തട്ടി പൊട്ടിക്കണ്ടേ. ശാന്തമായിട്ട് കളിക്കാം. ഞാൻ 2 വിരലും എടുത്തിങ്ങനെ താഴോട്ടൊക്കെ. രാത്രി കുറച്ചാവുന്നുണ്ട്. കുറച്ചൊന്നും ഈ വീട്ടിൽ ബെഡ് ഉണ്ടാവില്ല എന്ന് തോന്നി. നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട് പോകണം. ഇവിടെ അതിന് ബെഡ് ഉണ്ടോ? ഗൈസ് ഇവിടെ അല്ല. ഗൈസ് ബെഡ് ഇപ്പം മൂഞ്ചും ഗൈസ്. ഗൈസ് ഈ വീട്ടിലായിരുന്നു നമ്മളിപ്പോൾ കയറിയേ. ഈ വീട്ടിലുണ്ടാവും ഗൈസ്, എനിക്കറിയാം. ഇന്നത്തെ ഇവിടെ നിന്നൊന്നും അതിൻ്റെ പേര് ടാറ്റ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. എനിക്ക് ജോയ്സ്റ്റിക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അനക്കാണ്ട് നിൽക്കുന്നത്. അങ്ങനെ കുഴപ്പമുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. അതാ ഞാൻ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്നൊന്നും അതിൻ്റെ പേര് ടാറ്റ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.